പാലാ ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ അപകടങ്ങൾക്കിടയാക്കുന്ന സർവേ കല്ലുകൾ എടുത്തുകളയാൻ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു. തിങ്കളാഴ്ച ചേർന്ന കൗൺസിലാണ് തീരുമാനമെടുത്തത്. പാലാ പഴയ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം മേവട സ്വദേശിയുടെ മരണത്തിനിടയാക്കിയ സർവേ കല്ല് നീക്കം ചെയ്യാൻ ചെയർമാൻ ഷാജി തുരുത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കൗൺസിൽ തീരുമാനിച്ചത്. ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിന്റെ ഇരുവശങ്ങളിലും ഉയർന്നു നിൽക്കുന്ന കല്ലുകളാണ് നീക്കം ചെയ്യുന്നത്. നഗരസഭയുടെ പൊതുമരാമത്ത് വകുപ്പ് വിഭാഗത്തെ സ്ഥലം സന്ദർശിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ നഗരസഭാ കൗൺസിൽ ചുമതലപ്പെടുത്തി. ടൗൺ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് സംരക്ഷണത്തിന് വേണ്ടി അന്ന് കുഴിച്ചിട്ടില്ല അതിർക്കുറ്റികൾ. നിർഭാഗ്യവശാൽ അവിടെ 2-3 പേര് തട്ടി വീഴുണ്ടായി. ഇന്നലെ മിനിഞ്ഞാന്ന് അതിനകത്ത് തട്ടി ഒരാൾ വണ്ടിക്കടിയിലോട്ട് വീണു. അതുകൊണ്ടെന്ന് അറിയാതെ നടന്നൊരു സംഭവം. എന്തായാലും ആ കുട്ടികൾ 2 അതവിടുന്ന് പൊളിച്ചെന്ന് എഴുതി മാറ്റാൻ നോക്കുന്നില്ല. അല്ലാതല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ അവിടുന്ന് മാറ്റിക്കളി ആരും സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാടിൻ്റെ പുറവശം ബൈപ്പാസ് റോഡിൽ ക്രോസ്ബാർ വെച്ചിട്ടുണ്ട്. അത് പൊക്കം കൂടുതലായതുകൊണ്ട് വണ്ടി കടന്നു പോകുമ്പോൾ പാലത്തിൻ്റെ അടുത്തേക്ക് കൊടുക്കുന്നു. ഭയങ്കരമായിട്ടുള്ള വാഹന തടസ്സം ഉണ്ടാകും. അത് മാറ്റുന്നതിന് വേണ്ടി ബാറിനോട് അടിയിൽ വശത്ത് ക്രോസ്ബാറിനോട് ഘടിപ്പിക്കാൻ ഉടനടി തീരുമാനമുണ്ടാകും. കൗൺസിൽ യോഗത്തിൽ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുള്ള അനധികൃത തട്ടുകെട്ടുകൾ ഒഴിപ്പിക്കാനും തീരുമാനമായി. റിവർവ്യൂ റോഡിലൂടെ പോകുന്ന ഭാരവാഹനങ്ങൾ പാലാ വലിയ പാലത്തിൽ തട്ടി ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നത് തടയാൻ നിലവിലുള്ള റോഡ് ബാറിന്റെ ഉയരം കുറയ്ക്കാനും കൗൺസിൽ തീരുമാനിച്ചു.